വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇറാനെതിരെ ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതിയിടുന്നു എന്നാണ് ഇറാൻ മാധ്യമങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്നും മറ്റ് പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങൾ എത്തിയതായി ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ വലിയ തോതിൽ വീണ്ടും ആയുധങ്ങൾ സംഭരിക്കുന്നതിൻ്റെ സൂചനയാണ് ഇതെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഏതൊരു തരത്തിലുള്ള ആക്രമണ ശ്രമം ഉണ്ടായാലും ഇനി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ സൈനിക മേധാവികൾ മുന്നറിയിപ്പ് നൽകുന്നത്. കൂടാതെ തങ്ങളുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ ആക്ഷേപിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ പുരോഹിത നേതൃത്വം ഫത്വ പുറപ്പെടുവിച്ചതായി ഇറാനിലെ മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അയത്തുള്ള മഖ്റം ഷിറാസിയാണ് ഈ ഫത്വ പുറപ്പെടുവിച്ചതെന്നാണ് ന്യൂസ് ഏജൻസി പറയുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ ജൂൺ 13 ഇറാൻ്റെ സൈനിക താവളങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും മറ്റ് സ്ഥലങ്ങളെയും ലക്ഷ്യമാക്കി ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് 12 ദിവസം നീണ്ടുനിന്ന ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം ആരംഭിക്കുന്നത്. സംഘർഷത്തിനിടെയുണ്ടായ അമേരിക്കയുടെ ആക്രമണം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ഇറാൻ്റെ തിരിച്ചടിയിൽ ഇസ്രായേലിലെ 29 പേർ കൊല്ലപ്പെടുകയും 3400ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ 24 ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തലിന് ധാരണയായത്. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്ത് നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയാണ്. ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഒരു കത്തും അയച്ചിട്ടുണ്ട്. ഈ സംഘർഷം തുടങ്ങിവെച്ചത് ഇസ്രായേലും അമേരിക്കയുമാണെന്ന് UN സുരക്ഷാ കൗൺസിൽ അംഗീകരിക്കണമെന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരമടക്കം ഈ രണ്ട് രാജ്യങ്ങളും നൽകണമെന്നും ഇറാൻ കത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ക്രൂരവും നീചവുമായ കുറ്റകൃത്യം നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം ആക്രമിച്ചവർക്കാണെന്ന് UN സുരക്ഷാ കൗൺസിൽ നിലപാട് എടുക്കണമെന്നും അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. പ്രകോപനം ഉണ്ടാക്കിയ സൈനിക തലവന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ടെന്നും ഇറാൻ കത്തിലൂടെ പറയുന്നുണ്ട്. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളായ നതാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ വലിയ തകർച്ചയുണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നു. ഈ സംഘർഷങ്ങളിൽ 606 പേർ കൊല്ലപ്പെടുകയും 5300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ആയുധങ്ങൾ വീണ്ടും വാങ്ങിക്കൂട്ടുമ്പോൾ അതിനുള്ള മുൻകരുതൽ ഇറാനും സ്വീകരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ കേടുപാടുകൾ സംഭവിച്ച ആണവ നിലയങ്ങളുടെ അറ്റകുറ്റപ്പണികളും അവർ വേഗത്തിൽ നടത്തുകയാണ്. അതുതന്നെയാവണം വീണ്ടും ഒരു ആക്രമണത്തിന് ഇസ്രായേലിനെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്.